എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സാണ്, കറൻറ്റ് ഫീലിങ്സാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്. അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ആരുമാവാം, തീർച്ചയായിട്ടും ലവറാവാം, പാർട്ട്ണറാവാം, ആരുമാവാം. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും. അതുകൊണ്ട് ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയേണ്ടത് വളരെ ഒരു ശരിയായ കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്യേണ്ടതും. അപ്പം തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ടാരോട്ട് കാർഡ് ഒരു നിർദ്ദേശം മാത്രമാണ്, അതായത് ഒരു ജനറൽ ഗൈഡൻസ് മാത്രമാണ് ടാരോട്ട് കാർഡിലൂടെ ഞാനിവിടെ തരുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നന്നായി മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ റീഡിംഗ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അവർക്ക് ഇപ്പോഴെന്താണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവരുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റീഡിംഗ് കാണുക, അതായത് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് റെസണേറ്റ് ആവുന്നത്. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും. ഓക്കെ, എന്താണ് അവരുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചിന്തകളെന്ന് നോക്കാം. അതായത് ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങി. അതായത് നിങ്ങളുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന, നിങ്ങളെ വിട്ട് മറ്റൊരു ബന്ധത്തിലേക്കോ മറ്റൊരു സാഹചര്യത്തിലേക്കോ പോയൊരു വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്നാണ് കാണുന്നത്. ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് അവർ ചെന്ന് പെട്ട ഒരു സ്ഥലം അവർക്കൊട്ടും അനുയോജ്യമല്ല, അല്ലെങ്കിൽ അവരവിടെ സേഫ് അല്ല എന്നുള്ളൊരു ചിന്ത, അവർ മാനസികമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ, അവർ ചെന്നുപെട്ട സിറ്റുവേഷനിൽ അവർ അവിടെ അനുയോജ്യമല്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ ആകെ തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ആ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ജീവിതം വളരെ പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വളരെ പെയിൻഫുള്ളാണ്. അവർക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം, പെട്ടെന്ന് കത്തുക എന്ന് പറയത്തില്ല കാര്യങ്ങൾ, ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എല്ലാം ഒരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതാണ് അടുത്തത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളിൽ, അതായത് നിങ്ങളുമായിട്ട് ഭൂതകാലത്തുണ്ടായിരുന്ന ഓർമ്മകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചറൊക്കെ എടുത്ത് വെച്ച് നോക്കുക, നിങ്ങളുടെ മെസ്സേജ് എടുത്ത് വായിക്കുക. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ആ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ വീണ്ടും അവർ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ് ഇപ്പോൾ. കാര്യം അവർക്കൊരു യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. അണ്ടർസ്റ്റാൻഡിങ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. അണ്ടർസ്റ്റാൻഡിങ് കാർഡ് വന്നതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ആഴത്തിലുള്ള ഒരു തിരിച്ചറിവിനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും ആ ഒരു വ്യക്തി മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സ്വയം നിർമ്മിച്ച പരിമിതികളിൽ നിന്നും ചിന്താഗതികളിൽ നിന്നും അവർ പുറത്തു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാൾ അവർ ചിന്തിച്ചിരുന്നത് തേർഡ് പാർട്ടിയാണ് ഏറ്റവും നല്ലത്. പക്ഷെ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞപ്പം അവർക്ക് തന്നെ ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി. കാര്യം അവരെല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും. അതായത് ഈ ഒരു വ്യക്തിയെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. തേർഡ് പാർട്ടി പലതും പറഞ്ഞാണ് അവരെ പറ്റിച്ചത്.
തേർഡ് പാർട്ടി പൈസ അല്ലെങ്കിൽ സാമ്പത്തികം, മറ്റുള്ള ഒരു വികാരങ്ങളെ അവർ കീഴ്പ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ. അങ്ങനെ ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇത്രയും നാൾ. പക്ഷേ അവരായിട്ട് നിർമ്മിച്ച പരിമിതികളിൽ നിന്നും, അവർ ചിന്തിച്ചിരുന്നത്, നിങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാത്തൊരു വ്യക്തിയായിരുന്നിരിക്കണം നിങ്ങളുടെ വ്യക്തി. പക്ഷെ തേർഡ് പാർട്ടി ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷനിലേക്ക് പോയപ്പോഴാണ് അവർക്കവിടെ ഒരു വില കൊടുക്കാതെ വന്നത്, അവർക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഇവിടെ എപ്പോഴും ഇവർക്ക് പ്രാധാന്യം കൊടുക്കണം, അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത് ലൈഫിൽ. നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടും അവിടെയൊന്നും നിങ്ങൾക്ക് അവിടെ ഒരു വിലയും അവർ തന്നിരുന്നില്ല. നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുകയും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ പ്രാധാന്യം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തകളൊക്കെ ഉപേക്ഷിക്കാനായിട്ടാണ് തയ്യാറാവുന്നത്. അങ്ങനെയല്ല, ഒരു ബന്ധമാകുമ്പോൾ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കാണ് വേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പങ്കാളിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, അല്ലെങ്കിൽ എൻ്റെ പ്രണയിനിക്ക്, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന വ്യക്തിക്കൊരു പ്രാധാന്യം കൊടുത്തില്ല, അല്ലെങ്കിൽ എൻ്റെ പങ്കാളിക്കൊരു പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവരിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴെവിടെയാണോ ആ ഒരു വ്യക്തി, ഏത് സിറ്റുവേഷനിലാണോ, ഏത് വ്യക്തിയോടൊപ്പമാണോ ജീവിക്കുന്നത്, അവിടെ അവർക്കൊരു സമാധാനമില്ല. കാര്യം കുറ്റബോധം കൊണ്ട് നീറുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് അവിടെ ഒരു സന്തോഷമില്ല. നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തിയാണിത്. നിങ്ങളെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ് മറ്റൊരു ബന്ധത്തിലേക്ക് പോയൊരു വ്യക്തിയൊക്കെ കാണുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് പാസ്റ്റിൽ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും അവർ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ അതേപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വികാരങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു, അവർ യഥാർത്ഥ ഫീലിങ്സ് അടിച്ചമർത്തുന്നത് ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോഴും ആ ഒരു വ്യക്തി എന്തും വരട്ടെ എന്ന് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങാനാണ്. അതാണ് കറേജ് കാർഡ് വന്നിരിക്കുന്നത്. ഭയമുണ്ട്, പക്ഷെ ഉള്ളിൽ ഭയങ്കര ഭയമുണ്ട്. പക്ഷെ ആ ഭയത്തോടു കൂടിയാണെങ്കിലും കാര്യങ്ങളെ നേരിടുന്ന ഒരു അവസ്ഥയാണ് കറേജ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തും വരട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടി എന്നല്ല ആരും വന്നാലും അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാര്യം അവർ മടുത്തു. അവരിപ്പോൾ ഒരു സെൽഫ് റിഫ്ലക്ഷൻ മോഡിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. ഇത്രയും നാളും ആ ഒരു വ്യക്തി ഒരു മോഹവലയത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു തടവറയിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നിരിക്കണം. ചിന്തകളൊക്കെ അങ്ങനെയാണ് അവരുടെ നേരത്തെ. പക്ഷേ ഇപ്പോഴവർ കാര്യങ്ങളെ നല്ല വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. യാഥാർത്ഥ്യം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിയിലേക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളായിരുന്നു ശരിയെന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണിപ്പോൾ. നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾക്കൊരു കുറ്റബോധമാണ് ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാർഡ് അവരിലൊരു ചിന്താശേഷി വികസിച്ചതായിട്ട് കാണുന്നുണ്ട്. അവരുടെ മനസ്സിലാണ് യഥാർത്ഥ തടസ്സങ്ങൾ ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. പുറത്തല്ല ശരിക്കും, അവർക്ക് പുറത്തല്ല, അവരുടെ മനസ്സിനുള്ളിൽ തന്നെയാണ് യഥാർത്ഥ തടസ്സം എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നൊരു സമയമാണ്. ഒരു തീരുമാനം ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ട് എടുക്കുന്നതായിട്ടാണ് കാർഡുകളെ സൂചിപ്പിക്കുന്നത് കേട്ടോ. കാര്യം ഭയമില്ലാതെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി. തീർച്ചയായിട്ടും അവരത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ. ചിലപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊന്നും അറിയാത്തൊരു വ്യക്തിയായിരിക്കും, എന്നിട്ട് പോലും അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം അവരുടെ ഓർമ്മകളൊക്കെ അവർ സ്റ്റക്കാണ് നിങ്ങളുടെ ഓർമ്മകളിൽ. അവരുടെ ഓർമ്മകൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴും ഈ ഒരു നിമിഷം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റീബർത്ത് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത്. ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയിലൊരു ട്രാൻസ്ഫർമേഷനാണ് നടക്കുന്നത്. ആ ഒരു വ്യക്തി കുറേ മാറ്റങ്ങളെ സ്വീകരിച്ച് ഒരു പുതിയൊരു വ്യക്തിത്വമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. പഴയ ചിന്താഗതികൾ വെടിഞ്ഞ് ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട്, ഒരു കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ്, പഴഞ്ചൻ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബന്ധമെന്നാൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണെന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്.
നിങ്ങളെ ഒരുപാട് ചവിട്ടി അരച്ചൊരു വ്യക്തിയാണ്, നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ച വ്യക്തിയാണ്, ശാരീരികമായിട്ട് ഉപദ്രവിച്ച വ്യക്തിയാണ്. പക്ഷേ ആ ഒരു വ്യക്തി മറ്റൊരു ബന്ധത്തിലേക്ക് പോയപ്പോൾ അവിടെ അവർ ചവിട്ടി അരക്കപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലായത്. ഇവിടെ മൊമെൻറ്റ് ടു മൊമെൻറ്റ് കാർഡുണ്ട്. അവർ ഓരോ നിമിഷവും ഇതാണ് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കിയാണ് ആ ഒരു വ്യക്തി. അതായത് ഓരോ സെക്കൻഡുകളും അവർക്ക് ഓരോ ദിവസമായിട്ടാണ് ആ ഒരു വ്യക്തി തള്ളി നീക്കുന്നത്. അത്രത്തോളം കഠിനമായ ഒരു മാനസിക പ്രശ്നത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു തേർഡ് പാർട്ടി ബന്ധമായാലും ഇപ്പോൾ അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും, അത് ഫാമിലി ആവാം ആരുമാവാം, അവിടെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവിടെ കടുത്ത മാനസിക സമ്മർദ്ദവും വേദനയാണ് ആ ഒരു വ്യക്തി അനുഭവിച്ചു പോരുന്നത്. ആന്തരിക സംഘർഷത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഷിസോഫ്രീനിയ കാർഡ്. തീർച്ചയായിട്ടും അവരവിടെ ഹാപ്പിയല്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പരിമിതികളിൽ നിന്നും അവർ തന്നെ കുറേ ഒരു ചിന്താഗതികൾ, ഒരു മണ്ടൻ ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തിക്ക്, പഴയ ചിന്താഗതികൾ. അതൊക്കെ ഉപേക്ഷിക്കാൻ ആ ഒരു വ്യക്തി തയ്യാറാവുന്നുണ്ട്. അതായത് ഭാര്യ എപ്പോഴും എൻ്റെ കാൽച്ചുവട്ടിലായിരിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ, ഭാര്യ ഞാൻ പറയുന്നത് അനുസരിക്കണം എല്ലാ കാര്യവും. അതായത് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരാതിരുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൽ. നിങ്ങളെ ചവിട്ടി അരച്ച ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ മൊത്തം ജീവിതത്തിലുടനീളം നിങ്ങളെ ചവിട്ടി അരച്ചൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഇപ്പോഴും അവരിലൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇപ്പോഴത്തെ തേർഡ് പാർട്ടിയേക്കാൾ ഭേദമായിരുന്നു എന്നുള്ളൊരു ചിന്ത അവരിൽ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മനസ്സിലെ കുശുമ്പും കുന്നായ്മകളും, മനസ്സിലെ ആ ഒരു ആ ഒരു ദുഷ്ടചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാര്യം അത്രത്തോളം ആ ഒരു വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു. ഈ ഒരു തേർഡ് പാർട്ടിയോട് കൂടി എത്ര നാൾ ജീവിച്ചെന്നല്ല, ഒരു 6 മാസം ജീവിച്ചെങ്കിലെങ്കിലും ഒരു 60 വർഷത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് അവർക്കുണ്ടായത്. അത്രത്തോളം അവർ അതിൽ നിന്ന് പഠിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ജീവിതം, ഇപ്പോൾ ഉള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ പ്ലാൻ ചെയ്തതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും കാർഡുകളെ സൂചിപ്പിക്കുന്നത്. ഇനി അവരവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരല്ലാതായി മാറും. അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഒരു സമാധാനവും സന്തോഷവും ഇല്ല. ആ ഒരു ലൈഫിൽ ഒരു പാഷനും ഇല്ല. ആ ഒരു വ്യക്തി ആകെ ഒരു തകർന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 10 വീക്സിനുള്ളിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് റീഡിങ്ങിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അവർ തിരിച്ചു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ കാര്യവും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പേഴ്സണൽ റീഡിങ്ങിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ പിൻ ചെയ്യാം, വാട്സപ്പ് നമ്പർ, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു കൊച്ചു റീഡിംഗ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വീണ്ടും കരുതുന്നത്. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ട് കൂടെ ഇരിക്കുക. മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കണ്ട് റീഡിങ്ങൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെ അങ്ങനെ ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ എൻ്റെ നമ്പർ ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. നമ്പർ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ താങ്ക് യു. എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ.